സഭയ്ക്കെതിരെ പറയുമ്പോൾ ബൈബിളിലെ ഏതാനും വചനങ്ങൾ പെറുക്കിയെടുത്ത് സ്ഥാനത്തും അസ്ഥാനത്തും പ്രയോഗിക്കുവാൻ വിദഗ്ധയാണ് ഏഷ്യാനെറ്റിലെ കവർ സ്റ്റോറിയുടെ അവതാരക സിന്ധു സൂര്യകുമാർ. കഴിഞ്ഞ ദിവസം ഏകീകൃത കുർബാന തർക്കമായിരുന്നു കവർ സ്റ്റോറിയിലെ ഒരു വിഷയം. തർക്കം നീണ്ടുപോകുന്നതിൽ സഭയ്ക്കുള്ള ആകുലത ശിരസാവഹിച്ചുകൊണ്ടാണ് സ്തോത്രം പോലെയുള്ള ചില സ്ഥിരം ഫിറ്റിങ്ങുകൾ ചേർത്തുള്ള അവതാരകയുടെ അവതരണം. സാക്ഷാൽ കർത്താവ് ഈശോ മിശിഹ അങ്ങ് മോളിൽ എങ്ങാനും ഇരുന്ന് പറയുന്നുണ്ടാവും, എങ്ങോട്ടെങ്കിലും നോക്കി പ്രാർത്ഥിച്ചിട്ട് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കടോ എന്ന്. ഒരു കരണത്തടിക്കാൻ പറയുമ്പോൾ മറുകരണം കൂടി കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ അതേ കർത്താവിന്റെ അനുയായികളാണ് അൽമായരിൽ നിന്ന് രക്ഷ നേടാൻ പോലീസിന്റെ സംരക്ഷണം തേടുന്നത്. ഒരു കരണത്തടിച്ചവന് മറുകരണം കൂടി കാണിച്ചു കൊടുക്കേണ്ടവർ തല്ലുകൊള്ളാതിരിക്കാൻ പോലീസിനെ സംരക്ഷണത്തിനായി വിളിച്ചിരിക്കുന്നതിലാണ് അവതാരകയുടെ ആദ്യ സങ്കടം. വിശുദ്ധ കുർബാനയെ അർപ്പിക്കുന്ന രീതിയെക്കുറിച്ച് അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് തുടർന്ന് അവർ നടത്തുന്നത്. ഒടുവിൽ എല്ലാ തർക്കങ്ങളുടെയും എല്ലാം കാരണക്കാരൻ എന്ന് ആരോപിച്ച് പ്രതിസ്ഥാനത്ത് സഭാതലവനെയും മാർപ്പാപ്പ നിയോഗിച്ച അഡ്മിനിസ്ട്രേറ്ററെയും അവരോധിക്കുന്നു. അതോടെ അവതാരകയുടെ ലക്ഷ്യം എന്ത് എന്ന് വ്യക്തമാകും. കവർ സ്റ്റോറിയുടെ അവതാരകയുടെയും പിന്നണി പ്രവർത്തകരുടെയും അറിവിലേക്ക് രണ്ടു വാക്ക്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ സഭ വിശ്വാസികളുടെ ഭൂരിപക്ഷ അഭിപ്രായമോ ന്യൂനപക്ഷ അഭിപ്രായമോ നോക്കിയോ മാധ്യമങ്ങൾ പറയുന്നത് പോലെയോ അല്ല ആരാധനാ കാര്യങ്ങളിലും വിശ്വാസപരമായ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത്. ഏറെ നാളത്തെ പ്രാർത്ഥനകൾക്കും ആലോചനകൾക്കും ശേഷം സഭയുടെ ആത്മീയ നേതൃത്വമാണ് ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക. ഏതെങ്കിലും തീരുമാനങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിലോ അത് തിരുത്തുന്നതും പൊതുജന അഭിപ്രായമോ ഭൂരിപക്ഷ അഭിപ്രായമോ നോക്കിയല്ല. പകരം ആ വിഷയത്തിൽ ദൈവഹിതം എന്തെന്ന് പ്രാർത്ഥനയിലൂടെയും കൂടിയ ആലോചനകളിലൂടെയും ആത്മീയമായി വിവേചിച്ചറിഞ്ഞാണ്. തിരുസഭയ്ക്ക് സഭയുടെ ആരംഭം മുതൽ തന്നെ ക്രിസ്തു സംവിധാനം ചെയ്ത ഒരു ഹയറാർക്കി സംവിധാനമുണ്ട്. ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസാകുന്ന പാറമേലാണ് ക്രിസ്തു തൻ്റെ സഭയെ സ്ഥാപിച്ചത്. ആ പത്രോസിന്റെ പിന്തുടർച്ചക്കാരനാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പയും. ആ മാർപ്പാപ്പയുടെ കീഴിലാണ് വിവിധ പ്രാദേശിക സഭകളുടെ തലവന്മാരും മെത്രാന്മാരും വൈദികരും സന്യസ്തരും വിശ്വാസി സമൂഹവും പ്രവർത്തിക്കുന്നത്. കുടുംബത്തിൽ മക്കൾ മാതാപിതാക്കളെ മാനിക്കാതെയും അനുസരിക്കാതെയുമാണ് കഴിയുന്നതെങ്കിൽ ആ കുടുംബം തകരും. അതുപോലെ തന്നെ ഏതൊരു ഹയറാർക്കി സംവിധാനത്തിലും അനുസരണം എന്നതിന് ഏറെ പ്രാധാന്യമുണ്ട്. ഏഷ്യാനെറ്റ് എന്ന നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിലടക്കം സഭയിലെ ഹയറാർക്കിയെ ആക്രമിക്കുന്നവർ അറിഞ്ഞോ അറിയാതെയോ സഭ തകരണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. സഭയിലെ ഹയറാർക്കിയെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ ആക്രമിക്കുന്ന നിങ്ങളുടെ അമിതാവേശം കാണുമ്പോൾ താങ്കളുടെ ഉദ്ദേശശുദ്ധിയും സംശയ നിഴലിൽ ആകുകയാണ്. സഭയിൽ അനാരോഗ്യകരവും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതുമായ വിധത്തിൽ തർക്കങ്ങൾ ഈ നാളുകളിൽ ഉണ്ട് എന്നത് സത്യമാണ്. ഇരുപക്ഷത്തേക്ക് നോക്കുമ്പോഴും കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിയാൻ ശ്രമിക്കാത്തത് മൂലം പരസ്പരം ചെളിവാരി എറിയുന്നവർ ധാരാളമുണ്ട്. അവർ രംഗം കൂടുതൽ മോശമാക്കുന്നുമുണ്ട്. ആ വിഷയത്തെ ഒരു മാധ്യമം എന്ന നിലയിൽ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും തീർച്ചയായുമുണ്ട്. എന്നാൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന പരിപാവനമായ പ്രാർത്ഥനയും ചില ബൈബിൾ വചനങ്ങളും നിങ്ങളുടെ പ്രോഗ്രാമിന്റെ മൈലേജിനു വേണ്ടി ദുർലക്ഷ്യത്തോടെ ദുർവ്യാഖ്യാനം ചെയ്ത് ഉപയോഗിക്കുന്നത് തികച്ചും ക്രൈസ്തവ വിശ്വാസത്തോടുള്ള അവഹേളനമാണ് എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ആ ശൈലി തുടരരുത് എന്ന് ഏറെ സീനിയറായ മാധ്യമപ്രവർത്തകയായ സിന്ധുവിനോടും സഹപ്രവർത്തകരോടും അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ വിശ്വാസപരമായ വിഷയങ്ങളിൽ ക്രിസ്തുവും ക്രിസ്തുവിന്റെ സഭയുമാണ് ക്രൈസ്തവർക്ക് വലുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാതെ മാധ്യമ വിചാരണക്കാരല്ല. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നിലവിലെ പ്രത്യേക സാഹചര്യം മുതലെടുത്ത് ദൈവവചനത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും സഭാപിതാക്കന്മാരെയും അവഹേളിക്കാൻ ശ്രമിക്കുന്നത് ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ദൃശ്യമാധ്യമത്തിന് ഭൂഷണമല്ല.